ആൻസർ ആൻഡ് എലിഗേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ട്രിപ്പിൾ എലിഗേഷൻ ഒന്നും ആലോചിക്കേണ്ട, ബേസിക് ആയിട്ട് ചെയ്തിട്ടങ്ങ് ആൻസർ എടുത്താൽ മതി. ഇത് SSC CHS 2023 ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും സിയും വൈൻസ് ആണ്. അതിനകത്ത് 10%, 20%, 30%ആണ് കോൺസെൻട്രേഷൻ ഉള്ളത്. മിക്സ് ചെയ്ത റേഷ്യോ 2:3:x ആണ്. റിസൾട്ട് ചെയ്ത 23%ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ബേസിക്കായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 10% എന്തെടുത്തിരിക്കുന്നത്, ഈ പറയുന്ന എ വരുന്നത്. അതിൽ റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. ആ റേഷ്യോ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. നമുക്കറിയാം റേഷ്യോനെ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ എന്നറിയാം. സ്റ്റിൽ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ദെൻ ബീൻ്റെ 20%ആണ് കോൺസെൻട്രേഷൻ ഉള്ളത്. അതിൻ്റെ 3 യൂണിറ്റ് എടുത്തെന്ന് വിചാരിക്കാം. സീൻ്റെത് 30%ആണ്. നമ്മളത് എക്സ് എടുത്തെന്ന് വിചാരിക്കുക. ദെൻ അടിയിൽ എഴുതി കൂട്ടുന്നത് ഇതേ 2, 3 എക്സും ആയതുകൊണ്ടാണ് നമുക്കത് റേഷ്യോ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ആ കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് മാറ്റാനുള്ള, റേഷ്യോ മാറ്റാനുള്ള കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ അല്ലോ, അത് തിരിക്കാനുള്ള സംഭവം ഇതാണ്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത് 23%ആണ് കോൺസെൻട്രേഷൻ. ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 20, ഇവിടെ 60, 80 പ്ലസ് 30x ഡിവൈഡഡ് ബൈ 5 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 23ആണ്. ആ പേഴ്സൻറ്റേജ് എല്ലാം പേഴ്സൻറ്റേജ് ആയതുകൊണ്ടാണ് പേഴ്സൻറ്റേജ് ഇടാത്തത്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും 80 പ്ലസ് 30x അല്ലെങ്കിൽ 80% പ്ലസ് 30x എന്ന് പറയുമ്പോഴത്തേക്കും 23 × 5 115 പ്ലസ് 23x എന്ന് പറഞ്ഞു കിട്ടും. എല്ലാത്തിലും പേഴ്സൻറ്റേജ് വരും. ആ പേഴ്സൻറ്റേജ് കട്ടായും പോകും. അതാണ് പേഴ്സൻറ്റേജ് സിമ്പിൾ യൂസ് ചെയ്യാത്തത്. ഇനി ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 7x എന്ന് പറഞ്ഞു കിട്ടും. 115 നിന്ന് 80 കുറച്ച് കഴിഞ്ഞാൽ 35 എന്ന് പറഞ്ഞു കിട്ടും. ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോകും. എക്സിൻ്റെ വാല്യൂ 5 എന്ന് പറഞ്ഞു കിട്ടും. സോ ആൻസർ 5 ആയിരിക്കും.